കൊല്ലം അയത്തിലിൽ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു വീണു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ചൂരാങ്കിൽ പാലത്തോട് ചേർന്ന് നിർമ്മിക്കുന്ന പാലമാണ് തകർന്നത്. അപകട സമയം നിർമ്മാണ തൊഴിലാളികൾ ഉണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. ഇപ്പോൾ കൊല്ലം ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നടന്ന വർക്കായിരുന്നത്. ചൂരാങ്കിൽ പാലത്തിന് സമീപം ദേശീയപാത വികസനവുമായിട്ട് ബന്ധപ്പെട്ട് വീതി കൂട്ടിയതിന്റെ ഭാഗമായിട്ടാണ് ഈ പാലം ഇടിഞ്ഞു വീണത്. ഇത് ആദ്യ തവണയല്ല, മൂന്നാമത്തെ തവണയാണ് ഈ പാലം ഇങ്ങനെ പൊളിഞ്ഞു വീഴുന്നത്. അതിനു മുമ്പ് ഒരു പാലം കെട്ടിയപ്പോൾ അതിന്റെ വീതി കുറഞ്ഞ കാരണം അത് ഇടിച്ചു കളഞ്ഞായിരുന്നു. അപ്പോൾ പല പ്രാവശ്യം നമ്മളിത് പലരുമായി വന്ന് സംസാരിച്ചു, ഇതിന്റെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. ഇതിനകത്ത് ഉദ്യോഗസ്ഥർ, നമ്മളെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കമ്പനിയുടെ ഉദ്യോഗസ്ഥരുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു പല പ്രാവശ്യം. അപ്പോഴൊന്നും ആരും ഇതിനകത്ത് ബന്ധപ്പെട്ടവരാരും ഇതിനകത്ത് ഇടപെട്ടില്ല. ഈ മിക്സ് ചെയ്തിരിക്കുന്ന ഈ കോൺക്രീറ്റിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം കോൺക്രീറ്റ് കറക്റ്റ് ആണോ എന്നുള്ളതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. അതൊന്ന് ടെസ്റ്റ് ചെയ്യണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു പ്രാവശ്യം ചിലപ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലും സംഭവിക്കാം. ഒന്നും രണ്ടും മൂന്നാമത്തെ പ്രാവശ്യം ആകുമ്പോഴോ? ലിജോ റോളൻസ് വിശദാംശങ്ങൾ നൽകും. ലിജോ, നിർമ്മാണത്തിൽ നിന്ന് പാലമാണ് തകർന്നത്. എന്തുകൊണ്ട് ഇത് തകർന്നു എന്നുള്ള ചോദ്യങ്ങൾക്ക് മുമ്പ് ഈ പാലം നിർമ്മാണത്തിലിരിക്കുന്ന ഘട്ടത്തിലാണ് തകർന്നത്. സ്വാഭാവികമായും തൊഴിലാളികളൊക്കെ അവിടെ ഉണ്ടാവേണ്ടതാണ്. അത്ഭുതകരമായി അവർ രക്ഷപ്പെട്ടു. ആ സമയം സംഭവിച്ചത് എന്താണ്? എങ്ങനെയാണ് തൊഴിലാളികളൊക്കെ രക്ഷപ്പെട്ടത്? ആ വിവരം ആദ്യം. സൈഫുദ്ദീനെ, ഈ പാലം ഇന്ന് 1 മണി കഴിയുന്ന സമയത്താണ് തകർന്നു വീഴുന്നത്. അതായത് ബൈപ്പാസിനോട് ചേർന്നുള്ള ഒരു പാലമാണിത്. അയത്തിലാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. ചൂരാങ്കിൽ പാലത്തിനോട് ചേർന്ന് നിർമ്മാണം നടക്കുന്ന പാലമാണ് തകർന്നു വീണത്. സൈഫുദ്ദീൻ ചോദിച്ചതുപോലെ തന്നെ ഈ സമയത്ത്, നിർമ്മാണം നടക്കുന്ന സമയത്ത്, കോൺക്രീറ്റിംഗ് നടക്കുന്ന സമയത്ത് 4 തൊഴിലാളികളായിരുന്നു ഈ പാലത്തിന് മുകളിൽ ഉണ്ടായിരുന്നത്. ഇത് ഒറ്റയടിക്ക് വന്ന് വീഴുകയല്ലായിരുന്നു. പതിയെ ഇതിന്റെ ഒരു ചരിവ് ഉണ്ടാകുന്ന സമയം, അതായത് വീഴുന്നു തുടങ്ങുന്നു എന്ന് മനസ്സിലായതോടുകൂടെ അതിലുണ്ടായിരുന്ന തൊഴിലാളികൾ ചാടി രക്ഷപ്പെട്ടത് കൊണ്ടാണ് അവർക്കൊന്നും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. അതാണ് നിലവിലെ തൊഴിലാളികളുടെ അവസ്ഥയെ സംബന്ധിച്ചുള്ള ഒരു വിവരം. അതാണ്. ശരി, ഇനി എങ്ങനെ തകർന്നു എന്ന ചോദ്യമാണ്. അതിലിപ്പോൾ നാട്ടുകാർ നേരത്തെ ചില അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് കേട്ടു. അതിനപ്പുറത്തേക്ക് നമുക്കിപ്പോൾ ഈ ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇതിന് നിർമ്മാണ ചുമതല എന്ന് മനസ്സിലാക്കുന്നു. അവരുടെ എന്തെങ്കിലും പ്രാഥമിക വിശദീകരണം വന്നിട്ടുണ്ടോ? നാട്ടുകാർക്ക് എന്താണ് ബോധിപ്പിക്കാനുള്ളത്? ഇതിന് അതീവ ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ്. കാരണം ഒരു പാലം ഒരുപക്ഷെ നിർമ്മാണത്തിൽ എന്തെങ്കിലും പ്രശ്നം വരികയോ അല്ലെങ്കിൽ മണ്ണിൽ പ്രശ്നം വരികയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു തവണ തകരുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ഈ നാട്ടുകാരും അതോടൊപ്പം തന്നെ ആ വാർഡ് മെമ്പറും ഒക്കെ പറയുന്നത് പോലെ തന്നെ ആദ്യത്തെ തവണയല്ല ഈ പാലത്തിനെ സംബന്ധിച്ച ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ആദ്യത്തെ ഘട്ടത്തിൽ പാലം നിർമ്മാണം ആരംഭിച്ച് അതിന്റെ വീതി സംബന്ധിച്ച ഒരു പ്രശ്നം ഉണ്ടാവുകയും തുടർന്ന് അത് പൊളിച്ചു മാറ്റുകയും ചെയ്തു. അതിനുശേഷം 2 തവണ തകർന്ന് ഇത് 3ാമത്തെ തവണ വീണ്ടും തകർന്ന് വീഴുകയാണ്. അതായത് ഓരോ പില്ലറും ബീമും ഒക്കെ പണിയുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നാട്ടുകാർക്ക് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയുണ്ട്. ശിവാലയ കൺസ്ട്രക്ഷൻസ് ഇത് സംബന്ധിച്ച് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ വെയിറ്റ് ഇത് കൃത്യമായി ഒരു വിശദീകരണം അവർക്കും നൽകാൻ കഴിയുന്നില്ല. പക്ഷെ നാട്ടുകാർ വളരെയധികം ആശങ്കയോടുകൂടെയാണ്. ഒരുപക്ഷെ ഈ കോൺക്രീറ്റ് മിക്സിംഗിൽ വരുന്ന പ്രശ്നമാണോ, അല്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ മണ്ണിനെ സംബന്ധിച്ചുള്ള അതിന്റെ ബലം അത് പരിശോധിക്കാത്തതാണോ കാരണം എന്നുള്ള കാര്യമൊക്കെയും വരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ റോഡ് ഉപരോധിക്കുന്ന രീതിയിലേക്ക് ഒരു പ്രതിഷേധവുമായി പോയത്. പക്ഷേ കളക്ടർ ഉൾപ്പെടെ സ്ഥലത്തെത്തണമെന്നായിരുന്നു ആവശ്യം. പക്ഷേ പോലീസ് അവരെയൊക്കെ ഗതാഗത കുരുക്കുണ്ടാക്കുന്ന സമയത്ത് തന്നെ അവിടെ നിന്ന് മാറ്റി. ശിവാലയ കൺസ്ട്രക്ഷൻസ് ഇതുവരെയും കൃത്യമായി ഈ വിഷയം സംബന്ധിച്ച ഒരു വിശദീകരണം നൽകിയിട്ടില്ല. മാത്രവുമല്ല, ഇവരുടെ ഈ ഭാഗത്തു നിന്നുള്ള നിർമ്മാണം നടക്കുന്ന കുരീപ്പുഴ ഭാഗത്തെ പാലവും കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ തകർന്നു വീഴുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇത്തരത്തിൽ ആ ഒരു വശത്തേക്ക് തകർന്നു വീഴുകയും ആ സമയത്ത് ഒരു തൊഴിലാളിക്ക് ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. എന്താണ് കൃത്യമായ ഒരു കാരണം എന്നുള്ളത് ഇത്തരത്തിൽ സംസ്ഥാനത്ത് ഒട്ടുകെ നിർമ്മാണത്തിന്റെ പല ഘട്ടങ്ങളിൽ ഇതേ രീതി ആവർത്തിച്ചു എന്നുള്ള കാര്യം ലിജോ പറയുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഇതേ അവസ്ഥ ഉണ്ടായിരുന്നപ്പോഴും കാര്യമായ ഒരു അന്വേഷണത്തിലേക്ക്, എന്ന് വെച്ചാൽ എവിടെയാണ് പാളിച്ച സംഭവിച്ചത്, മണ്ണിന്റെ ബലക്ഷയമാണോ, ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് മുമ്പ് പോയിട്ടില്ല. ലിജോ, തീർക്കുക എന്ന് പറഞ്ഞൊരു കാര്യവുമായാണ് സൈഫുദ്ദീൻ നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് നാട്ടുകാരെ ആശങ്കപ്പെടുന്ന ഒരു കാര്യം. കഴിഞ്ഞ തവണയൊക്കെയും ഇത്തരത്തിൽ തകർന്നു വീഴുമ്പോൾ കൃത്യമായി ഒരു ഔദ്യോഗിക വിശദീകരണം ഈ നിർമ്മാണ കമ്പനി ശിവാലയയുടെ ഭാഗത്ത് നിന്നും നൽകുന്നുണ്ടായിരുന്നില്ല. പകരം ഉദ്യോഗസ്ഥരോടും മറ്റുമൊക്കെ നമ്മൾ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, അതായത് അവിടെ ആ ഭാഗത്ത് പാലത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ എപ്പോഴും ആ ജലത്തിന്റെ ഒരു അംശം വരുന്നത് കൊണ്ട് കൃത്യമായി ആ ഒരു മണ്ണ് അവിടെ ഉറപ്പില്ലാത്തതായിരിക്കാം ഒരുപക്ഷെ കാരണം എന്നുള്ളതാണ്
എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യം. അത് തന്നെ അവർ ഉറപ്പിച്ചു പറയാനും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. പക്ഷേ ഇത് ഒരുപക്ഷെ കാര്യം കഴിഞ്ഞ തവണയും ഇതും സംബന്ധിച്ച് നമ്മൾ മറ്റ് ഇതിനെക്കുറിച്ച്, അതായത് ഈ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പറയുന്നത് ഒരുപക്ഷെ കോൺക്രീറ്റിംഗിൽ വരുന്ന പ്രശ്നങ്ങളായിരിക്കാം, മിക്സിംഗിൽ വരുന്ന പ്രശ്നങ്ങളായിരിക്കാം ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് പോകുന്നത്. എന്തായാലും മണ്ണിന്റെ ബലക്ഷയമാകാം, കോൺക്രീറ്റിൽ കൂട്ടുന്നതിലെ പ്രശ്നമായിരിക്കാം, അങ്ങനെ എല്ലാത്തിലും ഒരു സാധ്യതകൾ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴും ഈ പാലം, നിർമ്മാണത്തിലിരിക്കുന്ന ഈ പാലം തന്നെ 3ാം ഘട്ടത്തിലും തകരുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യക്ഷമ അന്വേഷണം ഇപ്പോഴും അതിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് നിരാശാജനകമായ സംഗതി. വിശദാംശങ്ങൾ നൽകിയത്